അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. തീ കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് എന്തൊക്കെ ഇടുന്നത് നോക്കാം. ഇത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പെരുംജീരകം, പിന്നെ മീറ്റ് മസാല. അപ്പോൾ അതൊക്കെ കൂടി വെളിച്ചെണ്ണയിലേക്ക് ഇടാം. ഇത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. അങ്ങനെ തീ കുറച്ച് വെച്ചുള്ളൂ. അപ്പോൾ ഈ എണ്ണയിൽ ഇതൊന്ന് ചൂടാക്കുക. അപ്പോൾ നമ്മളെ പൊടി ഒക്കെ നന്നായി മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഗ്രീൻ പീസ് ഇതിലേക്ക് ഇടാം. ഗ്രീൻ പീസ് നന്നായി ഒന്ന് ഇളക്കുക. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതെല്ലാം കൂടി ഇതിലേക്ക് ചേർക്കുക. ഇതൊന്നും പ്രത്യേകിച്ച് വഴറ്റേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ഇതിൽ നന്നായി ചേർത്തിട്ട് ഉപ്പിട്ടിട്ട് ഇളക്കി നന്നായി ഇളക്കിയിട്ട് നമുക്കൊരു 4 വിസിലടിക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണേ. അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടുന്നുണ്ട്. വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഗ്രീൻ പീസ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിക്കാം. ഇനി തേങ്ങ ഒഴിക്കാം. ഇനി ഒന്ന് തിളയ്ക്കണം നന്നായിട്ട്. എന്നിട്ട് നമുക്ക് ചെറിയുള്ളി വേണമെങ്കിൽ കാച്ചാൽ, അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. അല്പം കറിവേപ്പില ഇടാം. നമ്മളെ ഗ്രീൻ പീസ് കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ പീസ് കറി റെഡിയായി. ഇനി നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം. വെള്ളയപ്പം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളയപ്പവും ഗ്രീൻ പീസ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്.